കാൽനൂറ്റാണ്ടായി ഇന്ത്യയുടെ തലവേദനയായി മാറിയ കാണ്ഡഹാർ വിമാന റാഞ്ചലിലെ മുഖ്യ സൂത്രധാരൻ കൊടുംഭീകരൻ അബ്ദുൾ റൌഫ് അസർ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ സർജിക്കൽ സ്ട്രൈക്ക് ദൗത്യത്തിൽ ഉന്മൂലനം ചെയ്യപ്പെട്ടു. ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ലോഞ്ച് പാഡുകളും ആസ്ഥാനവും ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ആക്രമണത്തിലാണ് ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-തോയ്ബ എന്നീ ഭീകര സംഘടനയിലെ സുപ്രീം കമാൻഡറും ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ ഇളയ സഹോദരനുമായ അബ്ദുൾ റൌഫ് അസറിനെ വധിച്ചത്. ആക്രമണത്തിൽ ഗുരുതരമായി പരുക്കേറ്റ അബ്ദുൾ റൌഫ് അസർ ചികിത്സയിൽ തുടരുന്നതിനിടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. 2007 ഏപ്രിൽ 21 മുതൽ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ സുപ്രീം കമാൻഡറായി പ്രവർത്തിക്കുന്ന അബ്ദുൾ റൌഫ് അസർ ഇന്ത്യയിൽ നടന്ന ഭീകരാക്രമണങ്ങളുടെ മുഖ്യ ആസൂത്രകനായിരുന്നു. വർഷങ്ങളായി ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനത്ത് നിന്നുകൊണ്ടായിരുന്നു ഇയാൾ ഇന്ത്യക്കെതിരെയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരുന്നത്. ഇന്ത്യൻ സൈന്യം പിടികൂടിയ തന്റെ സഹോദരൻ മസൂദ് അസറിനെ അടക്കമുള്ള മറ്റ് 2 ഭീകരരെ കൂടി മോചിപ്പിക്കുന്നതിനായാണ് അബ്ദുൾ റൌഫ് അസർ 1999 ഡിസംബറിൽ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഇന്ത്യൻ എയർലൈൻസിന്റെ IC-814 എന്ന വിമാനം അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിലേക്ക് റാഞ്ചിക്കൊണ്ടുപോയത്. യാത്രക്കാരെ സുരക്ഷിതമാക്കണമെങ്കിൽ തടവിലായ 3 കൊടുംഭീകരരെ വിട്ടയക്കണമെന്നായിരുന്നു ആവശ്യം. അന്ന് 24 വയസ്സ് മാത്രമായിരുന്നു കൊല്ലപ്പെട്ട അബ്ദുൾ റൌഫ് അസറിന്റെ പ്രായം. 1994 മസൂദ് അസർ കാശ്മീരിലെ ഹർക്കത്തുൽ അൻസാർ ഭീകരവാദികളുടെ ക്യാമ്പിൽ വെച്ച് പിടിയിലായത്. പിന്നീടുള്ള 5 കൊല്ലത്തോളം ജയിലിലായിരുന്നു. മസൂദിനെ രക്ഷിക്കാൻ താലിബാൻ പിന്തുണയോടെ അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ടായി. ഈ ഗൂഢാലോചനയിലടക്കം അബ്ദുൾ റൌഫ് പങ്കാളിയുമായി. തുടർന്ന് അബ്ദുൾ റൌഫിന്റെ ആസൂത്രണത്തിൽ ഇന്ത്യൻ എയർലൈൻസ് വിമാനം റാഞ്ചി കാണ്ഡഹാറിൽ എത്തിക്കുകയായിരുന്നു. വിമാനം റാഞ്ചിയതോടെ മസൂദിനെയും മറ്റ് 3 കൂട്ടാളികളെയും അന്ന് ഇന്ത്യ കൈമാറി. ഇതിനു പിന്നാലെ 2000 ജെയ്ഷെ മുഹമ്മദിന് മസൂദ് രൂപം കൊടുത്തു. ഇന്ത്യക്കെതിരായ പ്രവർത്തനങ്ങളുടെ മുഖ്യ കണ്ണികളിൽ ഒരാളായിരുന്നു കൊല്ലപ്പെട്ട അബ്ദുൾ റൌഫ് അസർ. ഇന്ത്യയിൽ നടന്ന പാർലമെന്റ് ആക്രമണം മുതൽ പുൽവാമ ബോംബാക്രമണത്തിന് വരെ ഇയാൾ ചുക്കാൻ പിടിച്ചിരുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെ ഓപ്പറേഷൻ മേധാവി. ഇന്ത്യയിലെ ഏറ്റവും വലിയ 5 മോസ്റ്റ് വാണ്ടഡ് ഭീകരരിൽ ഒരാളായ റൌഫ് അസർ ഇന്ത്യയിലെ എല്ലാ പ്രധാന ജെയ്ഷെ ആക്രമണങ്ങളും ആസൂത്രണം ചെയ്തു. 2001 ജമ്മു കാശ്മീർ നിയമസഭയ്ക്കും പാർലമെന്റിനും നേരെയുണ്ടായ ഫിദായത്തിൻ ആക്രമണം, 2016 പത്താൻകോട്ട് IAF ബേസ് ആക്രമണം, നഗ്രോട്ട, കത്തുവ ക്യാമ്പുകൾക്ക് നേരെയുള്ള ആക്രമണം, 40 CRPF ജവാന്മാരുടെ ജീവൻ അപഹരിച്ച പുൽവാമ ആക്രമണം എന്നിവയുൾപ്പെടെയുള്ളവ റൌഫ് അസറിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമായിരുന്നു നടന്നത്. ഇന്ത്യൻ വിജിലൻസ് ഏജൻസികളുടെയും NIA-യുടെയും അഭിപ്രായത്തിൽ മസൂദ് അസറിന്റെ അഭാവത്തിൽ ജെയ്ഷെ മുഹമ്മദിന് വേണ്ടി എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് റൌഫ് അസറാണ്. മസൂദ് അസർ ഒളിവിൽ പോയതിനു പിന്നാലെയാണ് അബ്ദുൾ റൌഫ് ജെയ്ഷെ മുഹമ്മദിന്റെ സുപ്രീം കമാൻഡറായി ചുമതലയേറ്റത്. താലിബാൻ, അൽ-ഖ്വയ്ദ അടക്കമുള്ള ഭീകര സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കൊടും ഭീകരനായ അബ്ദുൾ റൌഫ് പാക് അധികാരികളുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. 2010 ഡിസംബറിൽ അമേരിക്ക ഇയാളെ ഭീകരനായി പ്രഖ്യാപിച്ചു. പാക് അധിനിവേശ കാശ്മീരിലും പാകിസ്ഥാനിലും ഇന്ത്യൻ വ്യോമസേനയുടെ വ്യോമാക്രമണങ്ങൾ നടന്ന ബലാക്കോട്ട്, മൻഷേര, മുസാഫറാബാദ് എന്നിവയുൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഭീകര ക്യാമ്പുകൾ സ്ഥാപിക്കുന്നതിന്റെ ചുമതല റൌഫ് അസറിനായിരുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെ കേഡർമാരെ പ്രചോദിപ്പിക്കുകയും പാകിസ്ഥാൻ സർക്കാരുമായും ISI-യുമായും ബന്ധപ്പെടുകയും ഓഡിയോ വീഡിയോ ക്ലിപ്പുകളുടെ രൂപത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രചാര സാമഗ്രികൾ തയ്യാറാക്കുകയും ഫണ്ട് ക്രമീകരിക്കുകയും മറ്റ് ഭീകര സംഘടനകളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തിരുന്നു കൊല്ലപ്പെട്ട അബ്ദുൾ റൌഫ് അസർ.